മരണം വരുമൊരു നാളോർക്കുക മർത്യാനേ, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. മരണം വരുമൊരു നാളോർക്കുക മർത്യാനേ, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര മരമരുളയണം. വിധിയുടെ നാളിൽ വിജയപ്രഭയിൽ വിണ്ണുമെങ്ങും പൊങ്ങി മുഴങ്ങും കാഹളനാദം കർത്താവേകാദത്ത് ഞാൻ വിളിക്കുന്നു, മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിനക്കൊരുനാമത്തിന് സ്തുതി. കർത്താവേ ആഘാതത്ത് ഞാൻ വിളിക്കുന്നു. കാവൽക്കാരെ പോലെ ഇസ്രായേലും കർത്താവിനെ കാത്തിരിക്കുന്നു. രക്ഷയും അനുഭവത്തിലാകുന്നു. കർത്താവ്യാഘാതത്തിൽ ഞാൻ വിളിക്കുന്നു, മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിനക്കൊരുനാമത്തിന് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടി. സജീവവും ജീവദായകവുമായ ശബ്ദത്താൽ ആസരനെ ഉയർപ്പിച്ച കർത്താവേ, ആ ശബ്ദമഹനീയമായ നീതിവിരുദ്ധത്തിൽ നിന്റെ ദാസനെ വിളിക്കുകയും നിന്റെ വലതു വാക്ക് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധികർത്താവേ, ജീവൻ അടഞ്ഞവരെയും മഹിമയോടുകൂടെ ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര സകലത്തിന്റെയും നാഥനും ദൈവമായ വിഷയായ പുരുഷന്റെ അടയാളക്കളും ദൈവം വസിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ചൊല്ലുക മർത്യാനേ, എന്തിനു കരയുന്നു? വ്യാകുലമാനസനായി എന്തിനു നീറുന്നു? തിരമാലകളാൽ തിങ്ങിമറിഞ്ഞിളകും കടൽ പോലെ മരണം വരുമൊരു നാളോർക്കുക മർത്യാനേ, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ഭീകരമരണത്തിൻ കാലടി കേൾപ്പൂ ഞാൻ, പാപമെനിക്കുള്ളിൽ പേടി വളർത്തുന്നു. സാത്താൻ നിറയും പകയോടെ സതതമലട്ടുന്നു. മരണം വരുമൊരു നാളോർക്കുക മർത്യാനേ, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. കർത്താവേ, നിന്റെ കാരുണ്യത്തെ ഞങ്ങൾ പുകഴ്ത്തുകയും മനുഷ്യവർഗത്തിന്റെ പാലകനായ നിന്റെ അനുഗ്രഹത്തെ ആരാധിക്കുകയും നിന്റെ മഹനീയമായ ത്രിത്വത്തെ നിരന്തരം സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. കർത്താവേ, നീ ശാസിക്കുന്നതും ശിക്ഷിക്കുന്നതും കോപത്തോടുകൂടിയാവരുതേ. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. കർത്താവേ, എന്നോട് കരുണ തോന്നണമേ.
എന്തുകൊണ്ടെന്നാൽ ഞാൻ ദുർബലനാകുന്നു. കർത്താവേ, എന്നെ സുഖപ്പെടുത്തണമേ. എന്തുകൊണ്ടെന്നാൽ എന്റെ അസ്ഥികൾ ഇളകിയിരിക്കുന്നു, എന്റെ ആത്മാവ് അത്യന്തം അസ്വസ്ഥമായിരിക്കുന്നു. കർത്താവേ, നീ എത്രത്തോളം വൈകും? നീ എന്നെ തൃക്കൺ പാർത്ത് എന്റെ ആത്മാവിനെ രക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിമുതൽ എന്നേക്കും ആമേൻ. കർത്താവെ, നീ ശാസിക്കുന്നതും ശിക്ഷിക്കുന്നതും കോപത്തോടുകൂടിയാവരുതേ. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ, നിന്റെ തിരുനാമത്തിന് സ്തുതി. കർത്താവെ, നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധിക്യം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യട്ടെ. നിന്റെ മഹനീയമായ ത്രിത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, വാഗ്ദാനങ്ങളുടെ പ്രതീക്ഷയാൽ നിന്റെ ദാസനെ ആശ്വസിപ്പിക്കണമേ. ജീവന്റെ മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. കർത്താവേ, നിന്നെ ഞാൻ പ്രകീർത്തിക്കും. മഹിമയുടെ അന്തിമ വിധി നാളിൽ കർത്താവേ, നീ അണയുമ്പോൾ കരുണയോടെ എന്നെ നിർത്തണമേ. നല്ല വരുത്ത ബലം ആരാധിച്ചു വണങ്ങുന്നു. അതുതാൻ ഞങ്ങൾക്കുദ്ധാനം രക്ഷയും നൽകുന്നു. ആകാശവും ഭൂമിയും നിന്റേതാകുന്നു, ആകാശവും ഈ ഭൂതലവും താവകമല്ലോ കർത്താവേ. ജീവിക്കുന്നവര ഭയം നീ നൽകണമേ വൃതനായുസ്സും. പാടും പാപങ്ങൾ വായിക്കണമേ നിൻ കൃപയാലേ. മാമോദീസ വഴിയങ്ങേ സുതരാണവരം നോക്കണമേ. അവന്റെ സന്തോഷത്തിൽ ഒരാൻവിക്കും കർത്താവേ. നിൻ ശോണിതവും ദിവ്യശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു. കാഹളനാദം കേൾക്കുമ്പോൾ മൃദുൽ ജീവനുദിക്കുന്നു. പുത്രനും പരിശുദ്ധാത്മാവനും സ്തുതി. ബാവാപുത്രൻ റൂഹായി മൃതനാമെന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കണം. തിരുവഴിയെല്ലാം കാണുന്നു. നിരവധിയാമൻ പാപങ്ങൾ നിരയായി എണ്ണി വിധിക്കല്ലേ. നമുക്ക് പ്രാർത്ഥിക്കാൻ. സമാധാനം നമ്മുടെ കൂടെ. നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധിക്യം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചുകളയും ചെയ്യുമാറാകട്ടെ. മഹനീയമായ നിന്റെ തൃത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെ മരണത്തിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആകാശത്തിലും ഭൂമിയിലും സ്തുതനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെ മരണത്തിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ഉന്നത നൃപനാം മിശിഹാനാഥ, മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമുടുണരാൻ വരമരുളേണം. മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമുടുണരാൻ വരമരുളേണം. വിധിയുടെ നാളിൽ വിജയപ്രഭയിൽ ഇണ്ടലമെങ്ങും പൊങ്ങി മുഴങ്ങും കാഹളനാദം പൂജിതമല്ലോ. മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമുടുണരാൻ വരമരുളേണം. അന്ത്യമഴാത്തോരവികലമോദം മുഖരാൻ മൃതരേ മഹിമാവൊഴുകും
മണവറയിങ്കൽ ചേർക്കണമീശോ. എല്ലാരും പിന്നിടങ്ങും കർത്താവേ, അഗാധത്തിൽ നിന്ന് ഞാൻ വിളിക്കുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിൽ ഞാൻ വിളിക്കുന്നു. ശബ്ദം കേൾക്കണമേ. എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. നീ പാപമെല്ലാം രക്ഷയുണ്ടാകും. എന്നാൽ പാപമോചനം നിന്റെ പക്കൽ ആകുന്നുവല്ലോ. എന്റെ പ്രതീക്ഷ അവന്റെ വാഗ്ദാനത്തിലാകുന്നു. ാകുവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേലും കർത്താവിനെ കാത്തിരിക്കുന്നു. പൂർണ്ണമായ രക്ഷയും അവന്റെ പക്കലാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അഗാധത്തിൽ നിന്ന് ഞാൻ വിളിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. സജീവവും ജീവദായകവുമായ ശബ്ദത്താൽ ആശ്രമം ഉയർപ്പിച്ച കർത്താവേ, ആ ശബ്ദം നീതിമായ നീതിവിധിയുടെ ദിവസത്തിൽ നിന്റെ പ്രിയപ്പെട്ടതാവേ, മരിച്ചവരെ നീ കരുണാപൂർവ്വം ജീവിപ്പിക്കണമേ. ഇരിക്കുന്നവരെ ദയാപൂർവ്വം പരിപാലിക്കണമേ. പ്രധാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ അങ്ങ് മഹിമയോടുകൂടെ ഉയർപ്പിക്കുകയും ചെയ്യണമേ. ജീവന്റെ മരണത്തിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ദൂരത്തുനിന്ന് വളരെ ദൂരത്തുനിന്നുള്ള ഒരു ബന്ധുവായിരുന്നെങ്കിലും വളരെ അടുത്തുനിന്ന് സ്നേഹിക്കുകയും എപ്പോഴും വിളിക്കുകയും അടുത്തൊരു കാലാവശനായി തീരുന്നത് വരെ നിരന്തരം വിളിക്കുകയും ബന്ധം പുലർത്തുകയും ഉപദേശം ചോദിക്കുകയും എപ്പോഴും ആൻ്റപ്പനിലൂടെ ഷാനിക്കും കുഞ്ഞുങ്ങൾക്കും ലഭിച്ച സന്തോഷത്തെയും സ്നേഹത്തെയും ഒക്കെ ആൻ്റപ്പൻ ബന്ധങ്ങളിലും പരിചയങ്ങളിലും ഒക്കെ നൽകിയ ഔദാര്യം, സ്നേഹം, താല്പര്യം, ഉത്സാഹം, തീക്ഷ്ണത, ദൈവഭയം ഇവയെല്ലാം ഓർത്ത് നമുക്ക് നന്ദി പറയാം. ആൻ്റപ്പൻ എന്ന ദാനത്തെ പ്രതി നന്ദി പറയും. ഭൂമികൾക്കുണ്ട് ഏറ്റവും കൂടുതൽ അടുത്ത് നിന്നവർക്ക് കൂടുതൽ വേദനയുണ്ട്. ആ വേദനകൾ വിശുദ്ധയുടെ കുരിശിനോട് ചേർത്ത് നമുക്ക് സമർപ്പിക്കാം. ദൈവത്തിൻ്റെ പദ്ധതിയിൽ എല്ലാത്തിനും ഒരർത്ഥമുണ്ടെന്ന് വിശ്വസിക്കുന്നു. ആ വിശ്വാസമില്ലെങ്കിൽ നമ്മളെല്ലാം തവിടുപൊടിയായി പോകുമല്ലോ. ആ വിശ്വാസത്തിൽ പരിപ്പെടാൻ എൻ്റെ ഈശോയ്ക്ക് കൊടുക്കുന്നു. ദൈവം ഈ കുടുംബത്തിൽ നന്മ വരുത്തും. കണ്ണീരിൽ ദൈവം എല്ലാ ദുഃഖങ്ങളെയും നന്മ ചൊരിയുന്ന ദൈവത്തിൻ്റെ കരുണ. സഫാനിയായുടെ പുസ്തകം 3-ാം അധ്യായം 19-ാം വാക്യത്തിൽ പറയും പോലെ എല്ലാത്തിനെയും സമൂലം തിരുത്തുന്ന ഒരു ദൈവിക ശക്തി ഉള്ളവരുടെ പ്രത്യേകിച്ച് ഷൈനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട ഷൈനിയെ സ്നേഹത്തോടെ ഈശ്വരങ്ങളെ കൊടുക്കുന്ന കുഞ്ഞുങ്ങളെ ഞങ്ങൾക്കും ഏറ്റവും ബന്ധുക്കളെ കൊടുക്കും. ദൈവം കരുണയോടെ പരിശുദ്ധ അമ്മ വഴി വരെ ആശിഷിപ്പിക്കട്ടെ. സകലത്തിൻ്റെ നാഥനും ദൈവവുമായ മിശിഹായും ദൈവത്തിൻ്റെ ഇടയാൾപ്പെടും. ദൈവദൂതന്മാരുടെ അകമ്പടിയോടും കൂടെ വാനമേഘങ്ങളെല്ലാം പ്രത്യക്ഷനാവുകയും സ്വർഗരാജ്യത്തിൻ്റെ വാതിലുകൾ എല്ലാം തുറക്കപ്പെടുകയും മരിച്ചതിലേക്ക് സ്മരണോടെ ഞങ്ങളെല്ലാം പ്രിയപ്പെട്ടവരെയും പ്രത്യേകിച്ച് കരുണയാൽ നീ ജന്മം നൽകുകയും വിളിച്ച് ഉയർത്തുകയും ഇപ്പോൾ ഭരണം വഴി നിന്റെ സ്ഥലത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്ന ആൻ്റപ്പനെയും ദയുള്ള മാതാവേ നിന്റെ മോക്ഷപരിശോധനയാകട്ടെ. നിന്നിൽ നിന്നു ഞാൻ എവിടെ പോകും, എവിടെയൊളിക്കും കർത്താവേ നിൻ സന്നിധി വിട്ടെങ്ങോടും ഞങ്ങൾ. ആകാശം നിൻ പാർപ്പിടമല്ലോ, കരയും കടലും നിറയും ഓനേ. പാതാളത്തിലും അവിടന്നല്ലോ വാഴും നിവിടെയൊളിക്കും ഞങ്ങൾ. പൂർണ്ണമായി നീ അറിയുന്നു, പാപം വലുതാണതുപോലങ്ങേ കൃപയും വലുതെന്നറിയൂ ഞങ്ങൾ. കാരുണ്യം നീ കാണിക്കായിൽ നരകണമാകെ നശിക്കും നൂനം. നാഥ നിന്നുടെ
സവിണങ്ങൾ കൈക്കൊണ്ടവരെ കൈവെടിയല്ലേ. എന്നെ സൃഷ്ടിച്ചെന്റെ മേൽ നീ കൈകൾ വെച്ചു, ആദിയിലലിവൊടു ജന്മം നൽകി, മർത്യനു നിന്നുടെ രൂപവുമേകി, പാപം ചെയ്തു നിനക്കെതിരായി കോപം പൂണ്ടു നശിപ്പിക്കല്ലേ. നാഥ നിന്റെ അനുഗ്രഹപൂരം വർഷിക്കണമേ ഞങ്ങളിലെല്ലാം. മഹിമയിൽ നിന്നു രാജകുമാരി ബലിപീഠത്തിൽ കൂടുചമയ്ക്കും പ്രാവുകണക്കെ തിരുസഭ നിൽപ്പൂ. കൂടുതകർത്ത പ്രാക്കളെയെല്ലാം കുരുതി കഴിക്കാൻ സർപ്പമണഞ്ഞു. കർത്താവേ നിന്ദിവ്യമിടത്ത നേടിയ സഭയെ കൈവെടിയല്ലേ. കടലിൽ യാത്ര ചെയ്യുന്നവർ ആഴികടക്കും വർത്തകരെ പോൽ ഊഴിയിലെങ്ങനെ നീങ്ങുന്നു നാം. കരയെത്തുമ്പോൾ ധനമില്ലാത്തോ കരയും മറ്റവർ ആനന്ദിക്കും. ശാശ്വതമാം ധനമുള്ളവരെല്ലാം അന്ത്യദിനത്തിൽ വിജയം നേടും. നിന്റെ സന്നിധിയിൽ നിന്ന് ഞങ്ങളെ തിരസ്കരിക്കരുതേ. അന്തിമ ദിവസം മർത്യഗണത്തിൻ ചെയ്തികൾ തൂക്കിയളക്കുന്നേരം ത്രിത്വത്തിങ്കൽ ദൃഢവിശ്വാസം പാലിച്ചവരാം ഞങ്ങൾക്കെല്ലാം ആനന്ദത്തിൻ പറുദീസായ നൽകണമേ ചിരമക്ഷയ ജീവൻ. കർത്താവിനെ കഠിനമായി ശിക്ഷിച്ചു, വേദന തിങ്ങിയ ജീവിതയാനം പെട്ടെന്നങ്ങു നിലച്ചു കഴിഞ്ഞു. കർത്താവേ നിൻ കൽപ്പനയാലേ അന്തിമയാത്ര പറഞ്ഞു കഴിഞ്ഞു. വിധി ദിവസം നിൻ വിളി കേൾക്കുമ്പോൾ സന്നിധി അണയാൻ വരമരുളേണം. നീതിമാനും സത്യമുള്ളവനും യൗനാനേകിയ സന്ദേശത്താൽ നിനിവേ നഗരി മനസ്സു തിരിഞ്ഞു. അനുതാപത്തോടു ചാക്കുമുടുത്ത ജനമെല്ലാം ഉപവാസമിരുന്നു. കരുണാനിധിയാമുലകിൻ നാഥൻ പൊറുതി നമുക്കും നൽകുന്നോനം. ജനങ്ങളെ നിങ്ങളെല്ലാവരും ഇതു ശ്രവിക്കുവിൻ. ഉപവാസത്താൽ ഹന്നനിയായും കൂട്ടരുമന്നെരി തീയിൽ നടന്നു. ഉപവാസത്താൽ ദാനിയേലന്നാൾ സിംഹഗണത്തിൻ വായ്കൾ പൂട്ടി. ഉപവാസത്താൽ മിശിഹാനാഥൻ നരകപിശാചിൻ അപജയമേറ്റി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നൃപനാം മിശിഹാ കർത്താവേ നീ അമ്പരവീഥിയിൽ അന്തിമനാളിൽ അന്ത്യ
നിത്യവിധിക്കായി അണയും നേരം കനിവോട് ഞങ്ങളെ രക്ഷിക്കേണം. സിദ്ധന്മാരുടെ നിരയിൽ ചേർത്ത നിത്യവിരുന്നിനടച്ചരുളേണം. ആദിമുതൽ എന്നേക്കുമാമേൻ. നിത്യമഹോന്നതമംഗളമോടെ കുരിശുവിയത്തിലുയർന്നു വരുമ്പോ ന്യായാധിപനാം മിശിഹാരാജൻ മേഘച്ചുരുളിലിറങ്ങി വരുമ്പോൾ അറുതി വരാത്തോരവികലമോദം പകരണമേ നീ ഞങ്ങൾക്കെല്ലാം. നീ ഇന്ന് എന്നോടുകൂടെ പർദീസായിലായിരിക്കും എന്ന് നല്ല കള്ളനോട് വാഗ്ദാനം ചെയ്ത നീതിമാനും അനുഗ്രഹ സമ്പന്നനുമായ കർത്താവേ, നിന്റെ നീതി നടത്തപ്പെടുന്ന മഹനീയവും ഭീതിജനകവുമായ വിധി ദിവസത്തിൽ നിന്റെ സമൃദ്ധമായ അനുഗ്രഹം ഞങ്ങളെ ആശ്വസിപ്പിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. ജീവിതകാലത്ത് ഞങ്ങളുടെ ആലംബവും മരണശേഷം ഞങ്ങളുടെ പ്രതീക്ഷയുമായ മിശിഹായെ, നീ ആകാശത്തിലും ഭൂമിയിലും ആരാധ്യനാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ. മങ്ങിയൊരന്തി വെളിച്ചത്തിൽ ചെന്തി പോലൊരു മാലാഖ വിണ്ണിൽ നിന്നെൻ മരണത്തിൻ സന്ദേശവുമായി വന്നരികിൽ. മങ്ങിയൊരന്തി വെളിച്ചത്തിൽ ചെന്തി പോലൊരു മാലാഖ വിണ്ണിൽ നിന്നെൻ മരണത്തിൻ സന്ദേശവുമായി വന്നരികിൽ. കേട്ടു നടുങ്ങി മനമിളകി പേടി വളർന്നിൻ സ്വരമിടറി മിഴിനീർ തൂകിയുണർത്തിച്ചു ഞാനൊരു നിമിഷമൊരുങ്ങട്ടെ. മങ്ങിയൊരന്തി വെളിച്ചത്തിൽ ചെന്തി പോലൊരു മാലാഖ വിണ്ണിൽ നിന്നെൻ മരണത്തിൻ സന്ദേശവുമായി വന്നരികിൽ. ദൂതൻ പ്രാർത്ഥന കേട്ടില്ല, സമയം തെല്ലും തന്നില്ല, മൃതിയുടെ പിടിയിലമർന്നു ഞാൻ, നാഥാ നീതാനവലംബം. മങ്ങിയൊരന്തി വെളിച്ചത്തിൽ ചെന്തി പോലൊരു മാലാഖ വിണ്ണിൽ നിന്നെൻ മരണത്തിൻ സന്ദേശവുമായി വന്നരികിൽ. ഞങ്ങളുടെ ശരണവും ആശ്രയവുമായ ദൈവമേ, പാപങ്ങളും കടങ്ങളും പൊറുക്കുന്നവനെ, നിന്റെ മഹനീയമായ ത്രിത്വത്തിന്റെ അഗ്രാഹ്യമായ അനന്തകാരുണ്യം അത്ഭുതാവഹവും ആരാധ്യവുമാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ. കർത്താവേ, എത്രത്തോളം നീ എന്നെ വിസ്മരിക്കും. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ, നിന്റെ തിരുനാമത്തിന് സ്തുതി. എത്രത്തോളം നിന്റെ മുഖം എന്നിൽ നിന്ന് മറച്ചു വെക്കും. എത്ര നാൾ എന്റെ ആത്മാവ് വേദനിക്കുകയും ഹൃദയം ദുഃഖിക്കുകയും ചെയ്യണം. എത്ര നാൾ എന്റെ ശത്രു എന്റെ മേൽ ഉയർന്നു നിൽക്കും. എന്റെ ദൈവമായ കർത്താവേ, എന്നെ കടാക്ഷിക്കണമേ. എന്റെ പ്രാർത്ഥന കേൾക്കുകയും ചെയ്യണമേ. മരണനിദ്രയിൽ നിവധിക്കാതെ എന്റെ മിഴികൾ പ്രകാശിപ്പിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിമുതൽ എന്നേക്കും ആമേൻ. കർത്താവേ, എത്രത്തോളം നീ എന്നെ വിസ്മരിക്കും. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ, നിന്റെ തിരുനാമത്തിന് സ്തുതി. കർത്താവെ, മരിച്ചവരെ നീ കരുണാപൂർവം ഉയർപ്പിച്ച്
നിന്റെ വലത്ത് ഭാഗത്ത് നിർത്തണമേ. അനുഗ്രഹ സമ്പന്നനും പാപങ്ങൾ പൊറുക്കുന്നവനുമായ മിശിഹായെ, നിന്നെ പ്രസാദിപ്പിച്ച നീതിമാന്മാരോടുകൂടെ ഇവരെയും നിന്റെ രാജ്യത്തിൽ മനോഹരമായ നിത്യമഹത്വം അണിയിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. കാഹളമൂതി പ്രകീർത്തിക്കുവിൻ, കാഹളനാദം കേൾക്കുമ്പോൾ ഉണരുന്നു മൃതരൊന്നാകെ. ബാവാപുത്രൻ റൂഹായ്ക്കും കീർത്തനഗാനം പാടുന്നു. രോഗങ്ങൾ അവൻ സുഖമാക്കും, നാശത്തിൽ നിന്നാദാമിൻ സുതരയുയർത്തിയ തിരുസൂനോ. ജീവനെനിക്കു പകർന്നു വലം ഭാഗമണച്ചു നിർത്തണമേ. സ്വർഗത്തിൽ നിന്നയച്ചനെ രക്ഷിച്ചു, മർത്യഗണത്തിനു മൃത്യുവിൽ നിന്നറിയ വിമോചനമരുളിടാൻ. തൻ പ്രിയസുതനെ നിയോഗിച്ചോൻ ദൈവം നിത്യസമാരാധ്യൻ. ദൈവത്തിൽ ഞാൻ സന്തോഷിക്കും, പാവനമാകും കുരിശിനെയിൻ അഭയം തേടുന്നവരെല്ലാം അക്ഷയമുന്നത മഹിമാവിൻ നിക്ഷേപത്തിനുടമകളാ. വരുവിൻ കർത്താവിനെ വാഴ്ത്താം, വരുവിൻ മൃതിയെ മൃതിയാലേ വിജയിച്ചവനെ വാഴ്ത്തിടാം. പുനരുത്ഥാനം നൽകുന്നോൻ ആരാധനയും കീർത്തനവും. എല്ലാവരും നിന്നെ പാർത്തിരിക്കുന്നു, അധ്വാനത്തിനു സമ്മാനം നേടാൻ നാഥാമൃതരെല്ലാം നിന്നുടെ ആഗമദിനവും കാത്തക്ഷമരായി കഴിയുന്നു. നിന്റെ ശോഭയിൽ ഞങ്ങൾ പ്രകാശം കാണുന്നു, വാരൊളി ചൂഴ്ന്നു വിരാജിക്കും. സിദ്ധരെ നോക്കി നിരാശന്മാർ, പാപികൾ പറയും കർത്താവേ നിൻ വിധി സത്യം ന്യായവുമാ. ദൈവകൽപ്പന അവർ നിരസിച്ചു, ആദിപിതാവാമാദത്തിൻ പാപം മൂലം ഭൂലോകം മൃതിയുടെ പിടിയിലമർന്നരളിൻ നടുവിൽ താണു നരവംശം. ദൈവമേ നീ സ്തുത്യർഹനാകുന്നു, മിശിഹാ രണ്ടാമാദമിതാ മരണം മൂലം മരണത്തെ വിജയിച്ചൊടുവിലുയർത്തപ്പോൾ മർത്യനു ശരണം കൈവന്നു. നീതിയുടെ വാതിൽ തുറക്കണമേ, പശ്ചാത്താപം കൊള്ളുകയാൽ കള്ളനു മാപ്പു കൊടുത്തല്ലോ. നാഥാപാദികൾ ഞങ്ങൾക്കായി കൃപയുടെ വാതിൽ തുറക്കണമേ. അവൻ നിന്റെ നാഥനാകുന്നു, ദൈവത്തിൻ തിരുമാതാവേ. കന്യാമേരി ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. സുതനൊടു നീ ദൈവാനുഗ്രഹമെന്നെന്നും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഇരുളിൽ മുങ്ങിയ ഹൃദയങ്ങൾ വിശ്വാസത്തിൻ പ്രഭയാലെ ഉജ്ജ്വലമാക്കിയ സകലേശ വാഴ്ത്തിപ്പാടി നമിക്കുന്നു. ആദിമുതൽ എന്നേക്കുമാമേൻ. ആരാധകരുടെ അർത്ഥനകൾ നിൻ തിരുസന്നിധി അണയട്ടെ. ദുഷ്ടപിശാചിൻ വഞ്ചനകൾ നാഥാ ഞങ്ങൾ തകർക്കട്ടെ. ആമേൻ.
രാജാവും നാഥനുമാകുന്നു പിതാവും അശുദ്ധാത്മാവുമായ സർവേശ്വര ആനന്ദത്തോട് വാഴുവാൻ ദാസനു വരമിന്നരുടേണം. വിശ്വാസനാകുന്നു വിലപിക്കരുതേ മരണത്തിൽ പുനരുത്ഥാനം വരുമല്ലോ. അക്ഷയത്തിലെ തിരുനാമം ദൃഢമായെങ്കിൽ വിശ്വാസം നിക്ഷേപിക്കും മനുജനു ഞാൻ അന്തിമ ദിവസമയത്തേക്കും. ശാന്തി നിനക്കു പകർന്നേടും മർത്യനമർത്യത പുണരുന്നു ജയമുള്ളവനാകും മർത്യതയേവം സകലേശൻ വിതരാൻ നൂതനമാക്കുന്നു. സ്വീകരിക്കുന്നു പരിശുദ്ധന്മാരണിയണിയായി പിന്നീടും ആനന്ദത്തിൻ മണിയണിൽ സ്ഥിരമായി വാണിടും അവരെല്ലാം. എന്റെ സഹോദരിയെ മരിച്ചതിനെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പറയുന്നത് ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മനുഷ്യശോധനയിൽ താമസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയും മരിച്ചതിനെയും അങ്ങ് ഉയർപ്പിക്കുന്നു. നമ്മുടെ കർത്താവ് ആകുന്നാകുമ്പോൾ ജീവിച്ചിരിക്കാതെ മരിച്ചതുമില്ല എന്ന നമ്മുടെ വാക്കുകൾ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് ധ്യാനത്തോടും പ്രധാനമായ അടിസ്ഥാനത്തോടും ദൈവത്തിൻ്റെ കാലത്തോടും സ്വർഗത്തിൽ എഴുതി വരും. ഈശോയെ മനുഷ്യരാധികളെ തിരഞ്ഞെടുക്കും. അപ്പോൾ ജീവിച്ചിരിക്കാൻ കർത്താവിനെ അടുത്തപ്പെടും. നാം എന്നും കർത്താവിലായിരിക്കുകയും ചെയ്യും. ആകിയായ ഈ വാക്കുകൾ ഞങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുകയും ഞാൻ പ്രാർത്ഥിക്കുന്നു. സ്നേഹമുള്ള സമർപ്പിതരെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ വേദനയുള്ള ഒത്തിരി വിഷമമുള്ള ഒരു നിമിഷമാണിത്. നമ്മയൊക്കെ ഒത്തിരി നാം സ്നേഹിച്ച നമ്മുടെ പ്രിയപ്പെട്ട ആൻ്റപ്പൻ സഹോദരൻ നമ്മോട് യാത്ര പറയുന്ന വിരഹവേദനയുടെ മുഹൂർത്തമാണിത്. ഒരു നല്ല ചെറുപ്പക്കാരൻ നല്ല പ്രായത്തിൽ നമ്മിൽ നിന്നും വേർപിരിയുമ്പോൾ നമുക്കൊക്കെ അടങ്ങാത്ത വിഷമവും ദുഃഖവും വേദനയുമുണ്ട്. ഇത് തമ്പുരാൻ നിയോഗിച്ച മണിക്കൂറാണ്, തമ്പുരാന്റെ സമയമാണ്. ജീവൻ ദൈവത്തിന്റെ ദാനമാണ്. ദൈവത്തിന് മാത്രമേ ജീവന്റെ മേൽ അവകാശമുള്ളൂ. ജനനവും മരണവും ദൈവത്തിന്റെ കരവേലയാണ്. അതുകൊണ്ട് ഈ നിമിഷങ്ങളിൽ ആൻ്റപ്പന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, ആൻ്റപ്പനോട് യാത്ര പറയുമ്പോൾ ദൈവത്തെ നമുക്ക് ആരാധിക്കണം. ആൻ്റപ്പൻ എന്ന ആ വലിയ ദാനത്തെ ഒരു പിതാവിനെ, ഒരു ഭർത്താവിനെ, ഒരു മകനെ, ഒരു സുഹൃത്തിനെ, ഒരു സഹപ്രവർത്തകനെ ആൻ്റപ്പനിലൂടെ സ്നേഹത്തിൻ്റെ സ്പന്ദനങ്ങൾ ഏറ്റുവാങ്ങി എല്ലാവരും തന്നെ നന്ദിയോടുകൂടി ഓർക്കുകയാണ്. നല്ല ദൈവത്തിന് ആൻ്റപ്പൻ്റെ ജീവിതത്തിന് കാഴ്ചവെക്കുകയാണ്, സമർപ്പിക്കുകയാണ്. അമല ക്യാമ്പസിൽ പ്രഭാതങ്ങളിൽ ദിവികാരുണ്യവുമായിട്ട് എത്തുമ്പോൾ ആകർഷകമായ ഒരു വ്യക്തിത്വത്തെ ഞാൻ കണ്ടുമുട്ടി. ഒത്തിരി പേര് രാവിലെ ദിവബലിക്ക് ശേഷം ദിവികാരുണ്യം സ്വീകരിക്കാറുണ്ട് വാർഡുകളിൽ, റൂമുകളിലൊക്കെ.
എന്നെ ആകർഷിച്ച ഒരു വ്യക്തിത്വമായിരുന്നു ആൻ്റപ്പൻ. ഏറ്റവും സുന്ദര ചിന്തകളോടെ ദൈവിക അനുഭൂതികളോടെ ഈശോയെ സ്വീകരിക്കാൻ വിശുദ്ധ ഗ്രന്ഥം വായിച്ച് പ്രാർത്ഥിച്ചൊരുങ്ങി വിശുദ്ധ ഗ്രന്ഥം ചുംബിച്ച് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതിന് മുമ്പ് ആമേൻ ഉച്ചത്തിൽ പറഞ്ഞ് ഏറ്റവും സ്നേഹത്തോടുകൂടി ഈശോയെ സ്വീകരിക്കുന്ന ആൻ്റപ്പൻ എൻ്റെ ശ്രദ്ധയെ ഹഠാത് ആകർഷിച്ചു. എന്തോ ഒരു പ്രത്യേകത ഈ വ്യക്തിക്കുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അന്ന് പരിചയപ്പെട്ട ദിവസം മുതൽ ഇന്നോളം മറക്കാത്ത ഒരു സുഹൃത്തിൻ്റെ ഓർമ്മകളാണ് ഈ പ്രിയപ്പെട്ട സഹോദരൻ സമ്മാനിച്ചത്. അദ്ദേഹത്തിന് അറിയാമായിരുന്നത് ജീവിതത്തിൻ്റെ അവസാന ദിനങ്ങൾ എത്തി, അല്ലെങ്കിൽ അവസാന ദിനങ്ങളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞുവെന്ന്. പക്ഷെ ദൈവത്തിൽ ആശ്രയിച്ച് അതിനുവേണ്ടി അദ്ദേഹം ഒരുങ്ങുകയായിരുന്നു. അദ്ദേഹത്തിന് ദിവ്യകാരുണ്യം കൊടുക്കുന്നതിനും അതുപോലെ തന്നെ രോഗീലേപനം നൽകുന്നതിനും മരണത്തിൻ്റെ മണിക്കൂറുകളിലൊക്കെ അദ്ദേഹത്തോട് സമയം ചിലവഴിക്കുന്നതിനും മരണശേഷവും അദ്ദേഹത്തോടു കൂടി ആയിരിക്കുന്നതിനും എനിക്ക് ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ആൻ്റപ്പനെയും കുടുംബാംഗങ്ങളെയും ഒക്കെ കാണുമ്പോൾ ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിൽ മാത്രം പ്രത്യാശ വെച്ച, ദൈവത്തിൽ മാത്രം ശരണം ഗമിച്ച ഒരു കുടുംബത്തെയാണ് കണ്ടുമുട്ടിയത്. ആൻ്റപ്പനെ ആൻ്റപ്പനാക്കി മാറ്റി നിർത്തുന്നത് ഈ വലിയ പ്രാർത്ഥനാ ചൈതന്യവും ദൈവാശ്രയ ബോധവുമാണ്. വിശുദ്ധ അന്തോണീസിന്റെ തിരുനാൾ ഇത്രയും കാലം ആൻ്റപ്പൻ ഈ ലോകത്തിൽ ഭൂമിയിൽ ആഘോഷിച്ചു, ദേവാലയങ്ങളിൽ ആഘോഷിച്ചു. നാളെ ജൂൺ 13 വിശുദ്ധ അന്തോണീസിന്റെ തൻ്റെ സ്വർഗീയ മധ്യസ്ഥനായ അന്തോണീസിന്റെ തിരുനാൾ. എന്നാൽ അന്തോണീസിനോട് കൂടി തന്നെ സ്വർഗത്തിലിരുന്ന് ആൻ്റപ്പൻ ആഘോഷിക്കാനായി നമ്മോട് ഇന്ന് യാത്ര പറയുകയാണ്. ഇത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. തൻ്റെ മക്കൾ വിളിക്കുമ്പോൾ ദൈവം ഓരോരുത്തർക്കും ഓരോ നിയോഗങ്ങൾ, ദൗത്യങ്ങൾ കൊടുക്കാറുണ്ട്. ആൻ്റപ്പന് പറയാൻ കഴിയും, ഞാൻ എൻ്റെ നല്ല ഓട്ടം ഓടി വിജയത്തിനായിട്ടാണ് ഞാൻ പോകുക, സമ്മാനം വാങ്ങിക്കാനാണ് പോകുക. കുടുംബജീവിതത്തിലായാലും തൊഴിൽ ജീവിതത്തിലായാലും ഏവരുടെയും മനം കവർന്ന, ഏവരുടെയും ജീവിതങ്ങളിൽ സ്ഥാനം പിടിച്ചൊരു വ്യക്തിയാണ് ആൻ്റപ്പൻ. അതുകൊണ്ട് തന്നെയാണ് ഒരു വലിയ സമൂഹം ഇവിടെ ഇന്ന് സന്നിഹിതരായിരിക്കുന്നത്. PSCL ഓർഗനൈസേഷനിൽ തന്നെ മാനേജരായിട്ട് പല സ്ഥലങ്ങളിൽ, ഗുജറാത്തിലും രാജസ്ഥാനിലും തമിഴ്നാട്ടിലും കേരളത്തിലും ഒക്കെ വിവിധ സ്ഥലങ്ങളിൽ പ്രവർത്തിച്ചപ്പോൾ ഒത്തിരി സഹപ്രവർത്തകരുടെ കണ്ണിലുണ്ണിയായി മാറാൻ കാരണം ആൻ്റപ്പൻ്റെ ഈ ദൈവാശ്രയ ബോധവും സഹോദരങ്ങളോടുള്ള സഹപ്രവർത്തകരോടുള്ള അനുകമ്പയും ആ സ്നേഹവും ഒക്കെയാണ്. അതുതന്നെയാണ് ആൻ്റപ്പനെ വിഭിന്നനായ വ്യക്തിയാക്കി മാറ്റി നിർത്തുക. അതുകൊണ്ട് ആൻ്റപ്പൻ്റെ സുഹൃത്തുക്കൾക്കും പ്രിയപ്പെട്ടവർക്കുമൊക്കെ ആൻ്റപ്പനോട് ഒത്തിരി നന്ദി പറയാനുണ്ട്. കാരണം ആൻ്റപ്പനിലൂടെ ഒത്തിരി നന്മകൾ ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. ആരെയും ആവശ്യക്കാരനായി കണ്ടാൽ കണ്ടറിഞ്ഞ് മനസ്സറിഞ്ഞ് സഹായിക്കുന്ന ഒരു വലിയ പ്രകൃതത്തിൻ്റെ ഉടമയാണ് ആൻ്റപ്പൻ എന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഒത്തിരി വലിയ സുഹൃത്ത് വലയം ആൻ്റപ്പനുണ്ടായത്. നമുക്കറിയാം ആൻ്റപ്പൻ്റെ വിയോഗം വലിയ ഒരു നഷ്ടമാണ്, പ്രത്യേകിച്ച് കുടുംബത്തിന്, സഹധർമ്മിണിക്ക്, മക്കൾക്ക്, അമ്മച്ചിക്ക്, പിതാവിന്, സഹോദരന്മാർക്ക്, എല്ലാവർക്കും തന്നെ. നമുക്ക് തമ്പുരാന്റെ തീരുമാനമാണിത്. നമുക്കാർക്കും സൃഷ്ടിക്കുകയും അതിലെ കൃപയായി നിന്റെ കരുണയായി ലോകമിട്ട് പുറപ്പെടുവിയാത്മാവിനെയും തുറമത്ത് സുരക്ഷിതമായി നിന്റെ പരിശുദ്ധമായി നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രക്തം അപരാധങ്ങൾ കടന്നായി കരുതണി തുടക്കുകയും അവരാശിയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പാവങ്ങൾ കൊടുക്കുന്നതിന്റെ ദാസന്റെ പാവങ്ങൾ കൊടുക്കുകയും ഞങ്ങളുടെ കാറ്റക്കരെ ആശിയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാമത്തിനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, മരണം വരുമൊരു നാളോർക്കുകമത്യാമി കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. വ്യാകുലമാനസരാ എന്തിനു നീറുന്നു തിരമാലകള തിങ്ങിമറി ഇളകും കടൽ പോലെ.
അലസത കൂടാതെ. ഭീകരമരണത്തിൻ കാലൊടി കേൾക്കൂ ഞാൻ, പാപമെനിക്കുള്ളിൽ ഭീതി വളർത്തുന്നു. സാത്താൻ നിറയും പകയോടെ സകലമലർത്തുന്നു. മരണം വരുമൊരു നാളോർക്കുക മർത്യാ നീ, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും. സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. നല്ലവണ്ണം ചെയ്തോ ഞാൻ ഇതോടം പൂർത്തിയാക്കി എന്റെ വിശ്വാസത്തെ സംരക്ഷിക്കാതെ കൂടെ അംഗീകരിക്കുമാറാകട്ടെ. പരമാനന്ദം എല്ലാവരും കടന്നു പോകുന്നു. നിഷ്പ്രഭമാവും പോകുന്നു ഞാൻ, ജയമില്ലാത്തോ ഉന്നതമോസ്ലേം പ്രാപിപ്പതില്ല. ജനകൾ നാദാനങ്ങൾ തകർക്കട്ടെ. നിന്റെ പാപങ്ങൾ പൊറുത്തിരിക്കുന്നു എന്ന് പാപിനിയോട് അരുളി ചെയ്ത് അവളെ ആനന്ദിപ്പിച്ച കർത്താവേ, പാപമംഗലമായി ഈ ലോക ജീവിതത്തിന് ശേഷം സമാധാനത്തോടെ യാത്ര പുറപ്പെടുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. മരണശേഷം മഹത്തായ പുനരുത്ഥാനത്തിന് ഞങ്ങളെ അർഹരാക്കണമേ. നിന്റെ പരിപാലനത്തെ നിരന്തരം പുകഴ്ത്തുവാനായി ഞങ്ങളെ നിന്റെ സന്നിധിയിൽ ചേർക്കുകയും ചെയ്യണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. യോവാറാശിന്റെ പുത്രിയെ ഉയർപ്പിച്ച് അയാളെ ആശ്വസിപ്പിച്ച കർത്താവേ, പ്രിയപ്പെട്ടവരുടെ വേർപാടിൽ ദുഃഖിതരായിരിക്കുന്ന നിന്റെ ദാസരെയും ആശ്വസിപ്പിക്കണമേ. അവരെ നിരാശരാക്കാതെ ഉത്ഥാനത്തിന്റെ പ്രതീക്ഷയാൽ ധൈര്യപ്പെടുത്തണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, ആമേൻ. അസ്ഥിരമല്ലോ ഭുവനവുമതിലേ ജടികാശകളും നീർപ്പോളകൾ പോലെല്ലാമെല്ലാം മാഞ്ഞടിയുന്നു. അസ്ഥിരമല്ലോ ഭുവനവുമതിലേ ജളികാശകളും നീർപ്പോളകൾ പോലെല്ലാമെല്ലാം മാഞ്ഞടിയുന്നു. ഇന്നലെയുള്ളോരിന്നിവിടില്ല, ഇനി വരികില്ല. യാത്രക്കാരാ മുന്നിലതാ നിൻ കബറിടമല്ലേ. അസ്ഥിരമല്ലോ ഭുവനവുമതിലേ ജളികാശകളും നീർപ്പോളകൾ പോലെല്ലാമെല്ലാം മാഞ്ഞടിയുന്നു. പറുദീസ ഞാൻ കണ്ടൊരു ദിനമെൻ ഭാവന തന്നിൽ എത്ര വിശിഷ്ടം സുഖസമ്പുഷ്ടം
ദർശന സുഭഗം. അസ്ഥിരമല്ലോ ഭുവനവുമകിലേ ജളികാശകളും നീർപോളകൾ പോലെല്ലാമെല്ലാം മാഞ്ഞടിയുന്നു. ദൈവമേ, നിന്റെ മഹനീയമായ ത്രിത്വത്തിന് നിഗൂഢമായ ശക്തിക്ക് ഞങ്ങൾ സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവാകുന്നു, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ. നിന്റെ ദാസന്റെ ആത്മാവിനെ ആനന്ദിപ്പിക്കണമേ. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. നിന്റെ ദാസന്റെ ആത്മാവിനെ ആനന്ദിപ്പിക്കണമേ. കർത്താവേ, എന്റെ മനസ്സ് നിന്റെ പക്കലേക്ക് ഞാൻ ഉയർത്തുന്നു. എന്തുകൊണ്ടെന്നാൽ നീ നല്ലവനാകുന്നു, നിന്നെ വിളിക്കുന്നവർക്കെല്ലാം നീ കരുണ നിറഞ്ഞവനുമാകുന്നു. കർത്താവേ, എന്റെ പ്രാർത്ഥന നീ കേൾക്കണമേ. എന്റെ വിളിയുടെ ശബ്ദം നീ ശ്രദ്ധിക്കണമേ. എന്റെ സങ്കടകാലങ്ങളിൽ നിന്നെ വിളിക്കുമ്പോൾ നീ എന്റെ പ്രാർത്ഥന കേൾക്കുന്നു. എന്റെ ദൈവമായ കർത്താവേ, നിനക്ക് സമനായ ആരുമില്ല. നിന്റെ പ്രവൃത്തികൾ നിസ്തുലങ്ങളാകുന്നു. കർത്താവേ, നീ സൃഷ്ടിച്ച എല്ലാ ജനതയും നിന്നെ വന്നാരാധിക്കും. നിന്റെ നാമം അവർ പുകഴ്ത്തുകയും ചെയ്യും. എന്തുകൊണ്ടെന്നാൽ നീ വലിയവനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യമുതൽ എന്നേക്കും. ആമേൻ. നിന്റെ ദാസന്റെ ആത്മാവിനെ ആനന്ദിപ്പിക്കണമേ. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനും ജീവിക്കുന്നവരെ രൂപാന്തരപ്പെടുത്തുന്നവനും പാപികളെ അനുഗ്രഹിക്കുന്നവനുമായ കർത്താവേ, നിന്റെ മഹനീയമായ ത്രിത്വത്തിന് ഞങ്ങൾ ആരാധനയും സ്തുതിയും സമർപ്പിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവാകുന്നു, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ. നീതിമാന്മാരെ കർത്താവിനെ സ്തുതിക്കുവിൻ. സമയമടുത്തു, ദൈവമിതാ ന്യായാധിപനായണയുന്നു. സ്വീകരണത്തിനൊരുങ്ങിടുവിൻ, സൽകൃത്യങ്ങൾ ചെയ്തിടുവിൻ. പരിശുദ്ധന്മാർക്കവനേകും നിത്യാനന്ദവുമാശിസ്സും. കർത്താവ് തന്റെ വിധി വിളംബരം ചെയ്യും. ഈശോനാഥൻ ചൊല്ലുന്നു, ഞാനല്ലോ പുനരുത്ഥാനം, ഞാൻ തന്നെ നിത്യായുസ്സും. എന്നിൽ ദൃഢമാം വിശ്വാസം ചേർപ്പോനിവിടെ മരിച്ചാലും നൽകും ഞാനവനുത്ഥാനം. ദൈവമേ, ആര് നിനക്ക് തുല്യനാകും? എതിരേൽപ്പിന്നായി വന്നവരാം കന്യകമാരുടവൻ നരരെ ഉപമിച്ചതു നാം അറിയുന്നു. മണവാളൻ തൻ വിളി കേൾക്കേ നിദ്രയുണർന്ന കന്യകമാർ വേഗമെടുത്തു വിളക്കുകളും. രാജമന്ദിരത്തിലവർ പ്രവേശിക്കും. മതിശാലിനികൾ കന്യകമാർ എണ്ണ പകർന്നു വിളക്കുകളിൽ. അവൻ ശബ്ദമുയർത്തപ്പോൾ ഭൂമി കുലുങ്ങി. ശിഹാനാഥൻ ശബ്ദമുയർത്തുമ്പോൾ കല്ലറ വിളരും, മൃതർ എഴുന്നേൽക്കും. അവന്റെ നാമം എന്ന് ധന്യമാവുന്നു. വിളയിൽ ശിഷ്ടനും ഒരുപോലെ ദൈവത്തിൽ ആനന്ദിക്കും. അഭയം കുരിശു കണ്ടവൻ അവസാനം വിധിയുടെ നാളിൽ വിശുദ്ധർക്ക് ാവിന് സ്തുതി മുതൽ എന്നേക്കും. പ്രാർത്ഥിക്കാം.
ഏൽപ്പിക്കുന്നവർക്ക് സ്വർഗഭാഗ്യം നൽകുകയും ചെയ്യുമ്പോൾ തന്നെ അനുഗ്രഹത്താലും തന്നെ മാതാവ് ബഹുമാനപ്പെട്ട വികാരി അച്ഛനും അതുപോലെ തന്നെ ഇടവകയുടെ യൂണിറ്റ് ഭാരവാഹികൾക്കും വളരെ പ്രത്യേകമായിട്ട് നന്ദി പറയുകയാണ്. സിസ്റ്റർ സെബിയുടെ കോൺഗ്രിഗേഷനിലെ ഇന്നും ഇവിടെ എത്തുകയും രോഗാവസ്ഥയിൽ എൻ്റെ അപ്പനെ സന്ദർശിക്കുകയും ചെയ്ത എല്ലാ സിസ്റ്റേഴ്സിനും അവരുടെ മേലധികാരികൾക്കും പ്രത്യേകിച്ച് ആ സമൂഹത്തിന് മുഴുവനോടും പ്രത്യേകമായിട്ട് നന്ദി പറയും. ശുശ്രൂഷകളും ഇവിടെ ദേവാലയത്തിൽ ഉണ്ടായിരിക്കുന്നതാണ്. അതെല്ലാവരും സംബന്ധിക്കുവാനായിട്ട് ഇപ്പോഴേ വളരെ പ്രത്യേകമായിട്ട് ക്ഷണിക്കുന്നു. പ്രത്യേക ക്ഷണം കൂടാതെ തന്നെ എല്ലാവരും എത്രവേന്നും പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ്. ചേട്ടാ കിട്ടാവും. സ്വഭാവനെ തളിക്കാൻ ഞാൻ നിർമ്മലനാകും, അതിലെന്നെ കഴുകാൻ ഞാൻ മഞ്ഞിനേക്കാൾ ഉള്ളവനാകും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ സ്ത്രീ പുരുഷന്മാരന്തരമിയലാതുസ്ഥാനത്തിൽ സ്വർഗം തന്നിൽ ദൂതർ കണക്കെ രാജിക്കുന്നു. മൃതനായി മിശിഹാ മൂന്നാം ദിവസം ജീവൻ നേടി, ഭീകരമൃതികൻ ചങ്ങലയേവം പൊട്ടിനുറുങ്ങി. മൃതിയുടെ കൊടുതാം കോട്ടകളെല്ലാം തട്ടി നിരത്തി നാഥൻ നവമായുത്ഥാനത്തിൻ പാത തുറന്നു. സ്വർഗമണഞ്ഞോരസുതനിനിയും ജയലാളിതനായി വരുമീധരയിൽ കുരിശിൻ പ്രഭയാൽ പരിവേഷ്ടിതനായി. ആകാശത്തിൽ ദൂതന്മാരും ധരമേൽ നരരും അക്ഷമരായി നിന്നാഗമ ദിവസം പാർത്തു കഴിപ്പൂ. വീട്ടജമാനൻ പ്രതിഫലമേകാൻ
മനവറ ചേരാൻ തിരികൾ തെളിച്ച കന്യാമണികൾ കാത്തുകഴിപ്പൂ. നിശ്ചഞ്ചലരായി ദൂതന്മാരും തിരുസന്നിധിയിൽ ആദരപൂർവം കാഹളമൂതാൻ അണി നിൽക്കുന്നു. ഓശാനകളാലെതിരേൽപ്പതിനായി പരിശുദ്ധന്മാർ ആകാശത്തിൻ മണിവാതിൽക്കൽ നിലകൊള്ളുന്നു. മരണത്താലേ വിജയമണിഞ്ഞോരുന്നത നൃപനായി പരിമളമുതിരും പുഷ്പകിരീടം നിർമ്മിക്കുന്നു. സുഹൃതസുമങ്ങൾ ചാർത്തിയൊരുങ്ങി സമലം. പോകുന്നു ഞാനെൻ വത്സലരേ, അന്തിമയാത്ര പറഞ്ഞിടുന്നു. കേഴേണ്ട കണ്ണീർ ചൊരിഞ്ഞിടേണ്ട സ്വർഗം പോകുവാൻ പോകുന്നു ഞാൻ. പോകുന്നു ഞാനെൻ വത്സലരേ, അന്തിമയാത്ര പറഞ്ഞിടുന്നു. കേഴേണ്ട കണ്ണീർ ചൊരിഞ്ഞിടേണ്ട സ്വർഗം പോകുവാൻ പോകുന്നു ഞാൻ. ചെയ്യേണ്ട ജോലികൾ ചെയ്തു തീർത്തു ഞാനെൻ പ്രയാണം പൂർത്തിയാക്കി. നിങ്ങളെൻ മാർഗങ്ങൾ പിന്തുടർന്ന സൗഭാഗ്യമെങ്ങും തെളിഞ്ഞു നിൽക്കും. നിങ്ങളെൻ മാർഗങ്ങൾ പിന്തുടർന്ന സൗഭാഗ്യമെങ്ങും തെളിഞ്ഞു നിൽക്കും. പോകുന്നു ഞാനെൻ വത്സലരേ, അന്തിമയാത്ര പറഞ്ഞിടുന്നു. കേഴേണ്ട കണ്ണീർ ചൊരിഞ്ഞിടേണ്ട സ്വർഗം പോകുവാൻ പോകുന്നു ഞാൻ. കന്യാമറിയത്തിൻ നിർമ്മലരാ മക്കളായി ഭൂമിയിൽ ജീവിക്കുവിൻ. ആപത്തിൽ വീഴാതെ സർവേശ്വരൻ സന്തതം നിങ്ങളെ കാത്തുകൊള്ളും. ആപത്തിൽ വീഴാതെ സർവേശ്വരൻ സന്തതം നിങ്ങളെ കാത്തുകൊള്ളും. പോകുന്നു ഞാനെൻ വത്സലരേ,
അന്തിമയാത്ര പറഞ്ഞിടുന്നു. കേഴേണ്ട കണ്ണീർ ചൊരിഞ്ഞിടേണ്ട, സ്വർഗം പോകുവാൻ പോകുന്നു ഞാൻ. മണ്ണു കൊണ്ടു തീർത്തു നിന്നെ മണ്ണിലയക്കുന്നു. ഘോഷയാത്രയായിലോ നിന്നെ അയക്കുന്നു. ആരാകിലും എന്നാകിലും മടങ്ങുവത് തനിച്ചല്ലോ. ആരിൽ നിന്റെ ബന്ധങ്ങൾ ണല്ലോ. വിടരും മുമ്പേ പൂവുകൾ അടർന്നു വീഴും ഭൂമിയിൽ. വിടരും മുമ്പേ പൂവുകൾ അടർന്നു വീഴും ഭൂമിയിൽ. ആരു നിന്നെ ഓർക്കുവാൻ നീ മറഞ്ഞു പോവുകിൽ മനുഷ്യ. ഘോഷയാത്രയായി ലോകം നിന്നെ അയക്കുന്നു. ആരാകിലും എന്നാകിലും മടങ്ങുവത് തനിച്ചല്ലോ. പാരിൽ നിന്റെ ബന്ധങ്ങൾ കിനാവാണല്ലോ. മരണം പാപത്തിൻ ശമ്പളം, അതിനു വേണ്ടി ജീവിതം. മരണം പാപത്തിൻ ശമ്പളം, അതിനു വേണ്ടി ജീവിതം. അതിൻ്റെ കയ്യിൽ അഖിലവും ഒരുപോലല്ലോ ഏവരും മനുഷ്യ. മണ്ണാകുന്നു നീ, മണ്ണു കൊണ്ടു തീർത്തു നിന്നെ മണ്ണിലയക്കുന്നു. ഘോഷയാത്രയായി ലോകം നിന്നെ അയക്കുന്നു. ആരാകിലും എന്നാകിലും മടങ്ങുവത് തനിച്ചല്ലോ. ആരിൽ നിന്റെ ബന്ധങ്ങൾ കിനാവാണല്ലോ. ആരിൽ നിന്റെ ബന്ധങ്ങൾ കിനാവാണല്ലോ. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിനായി ഞാൻ
തനിയെ പോകുന്നു. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു. ആകെയൽപ്പനേരം മാത്രം എന്റെ യാത്ര തീരുവാൻ, ആകെയര നാഴിക മാത്രം ഈ ഉടുപ്പു മാറ്റുവാൻ. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു. രാത്രിയിൽ ഞാൻ ദൈവത്തിൻ്റെ കൈകളിൽ ഉറങ്ങുന്നു. അപ്പോഴുമെൻ രഥത്തിൻ്റെ ചക്രം മുൻപോട്ടോടുന്നു. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു. രാവിലെ ഞാൻ ദൈവത്തിൻ്റെ കൈകളിൽ ഉണരുന്നു. അപ്പോഴുമെൻ മനസ്സിൻ്റെ സ്വപ്നം മുൻപോട്ടോടുന്നു. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു. ഈ പ്രപഞ്ച സുഖം തേടാൻ ഇപ്പോഴല്ല സമയം. എൻ സ്വദേശത്ത് ചെല്ലേണം, യേശുവിനെ കാണണം. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു.